നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഭാവാ സിസ്റ്റമാണ്. ഗ്രഹനിലയോടൊപ്പം തന്നെ നമ്മൾ ഗ്രഹനിലകളൊക്കെ എടുക്കുന്ന സമയത്ത് ഭാവ ചാർട്ട് കാണാം. ഭാവം, ഗ്രഹനില, പിന്നുള്ളത് ഭാവം. അപ്പോൾ പലരും നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട്. ഇപ്പോൾ കമൻസ് ഒക്കെ വീഡിയോയുടെ താഴെ തന്നെ കാണും. സാർ, എൻ്റെ ഗ്രഹനിലയിൽ 5-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്, ഭാവനിലയിൽ അത് 6-ലേക്കാണ്, അപ്പോൾ ഏത് ഫലമാണ് നിൽക്കുന്നത്? അല്ലെങ്കിൽ 8-ാം ഭാവത്തിൽ നിൽക്കുന്നതാണ് ശനി ഗ്രഹനിലയിൽ, ഭാവനിലയിൽ 9-ലാണ്, അല്ലെങ്കിൽ ഗ്രഹനിലയിൽ 11-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, ഭാവനിലയിൽ 10-ലാണ് എന്നൊക്കെ പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പം എന്താണ് ഭാവചാർട്ട് എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കണ്ടേ? അപ്പം ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഭാവനിലയാണോ ഗ്രഹനിലയാണോ നോക്കേണ്ടതെന്നുള്ളത് ഏകദേശം ഉറപ്പാവും. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാവനിലകൾ നിരവധിയുണ്ട്, ഭാവചാർട്ടുകൾ നിരവധിയുണ്ട്. അത് പല രീതിയിൽ അതിനെ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പം കിഴക്കൻ ചക്രവാളത്തിൽ ഉദിക്കുന്ന രാശി അഥവാ ലഗ്നത്തെ, അസൻഡന്റിനെ ബേസ് ചെയ്തിട്ട് അവിടെ സ്ഫുടം വെച്ചിട്ട് എടുക്കുന്ന ഈസ്റ്റേൺ ഹൊറൈസോൺ ബേസ്ഡ് ആയിട്ടുള്ള ഭാവചാർട്ടുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഹൊറൈസോൺ, അതായത് നേരെ 7-ാം രാശിയുടെ കസ്പിനെ ബേസ് ചെയ്ത് തുടങ്ങുന്ന, 7-ാം ഭാവത്തിൻ്റെ സ്ഫുടത്തെ ബേസ് ചെയ്ത് തുടങ്ങുന്ന ഭാവചാർട്ടുകളുണ്ട്. അതേപോലെ തന്നെ മിഡ് ഹെവൻ എന്ന് പറയുമ്പോൾ കേന്ദ്രം ബേസ് ചെയ്തിട്ട് കേന്ദ്രത്തിൻ്റെ മധ്യഭാഗമായിട്ട് 10-ാം ഭാവത്തിൻ്റെ നടുക്ക് ഭാഗത്ത് വരുന്ന സ്ഫുടത്തെ ആസ്പദമാക്കിയിട്ട് ചെയ്യുന്ന ഭാവചാർട്ടുകളുണ്ട്. പലരും പല രീതിയിൽ ഇത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഭാവചാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഗ്രഹനില ഒരു ഫിലിം ആണെങ്കിൽ, പണ്ടത്തെ പ്രൊജക്ടറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഗ്രഹനില ഒരു ഫിലിം ആണെങ്കിൽ സ്ക്രീനാണ് ഭാവചാർട്ട്. നമ്മൾ ഭൂമിയുടെ മുകളിൽ നിന്നുകൊണ്ടും നമ്മൾ ആകാശമണ്ഡലത്തിലേക്ക് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് വലിയ വലിയ ഒബ്ജക്റ്റുകളല്ലേ എല്ലാം. അപ്പം ഓരോ സ്ഥലത്ത് നിന്ന് നോക്കുമ്പം, ഓരോ മെത്തേഡിൽ നോക്കുമ്പം ഇത് വളരെ റിലേറ്റീവായിട്ട് തോന്നും. ഇപ്പം മിഡ് ഹെവൻ ബേസ് ചെയ്ത് നോക്കിയാലും, ലഗ്നത്തിൻ്റെ സ്ഫുടം ബേസ് ചെയ്ത് നോക്കിയാലും, 7-ാം ഭാവത്തിൻ്റെ സ്ഫുടത്തെ ബേസ് ചെയ്ത് നോക്കിയാലും ഒക്കെ ഇതിന് വ്യത്യസ്തമായിട്ടുള്ള രീതികൾ കാണും. പല തരത്തിലുള്ള ഭാവചാർട്ടുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ അന്വേഷിച്ചിറങ്ങുകയാണ്. അതിൽ ഒന്നാമത്തത് സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള ഭാവചാർട്ടുകൾ. പല തരത്തിലുള്ള ഫണ്ടമെന്റൽ വെച്ചിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനം വെച്ചിട്ട് ഈ സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ളതിനെ കണക്കാക്കും. അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ എക്ലിപ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള, അതായത് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്ന ഒരു കറക്കമുണ്ടല്ലോ, ആ കറങ്ങുന്ന ആ എക്ലിപ്റ്റിക് ബേസ് ചെയ്തിട്ട് ക്രാന്തിവൃത്തം എന്നതിനെ പറയുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള ഭാവനിലയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഒരു പരിധിവരെ കൂടുതലും പ്രശസ്തമായിട്ടുള്ളതും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന സോഫ്റ്റ്വെയറുകളിൽ കൂടുതലും വരുന്നതും ഈ സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാവനില കേരളത്തിലും പൊതുവേ സൗത്ത് ഇന്ത്യയിലൊക്കെ വളരെ പ്രശസ്തമാണ്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. ഒന്നാമത്തേത് ഹോൾ സൈൻ ആണ്. ഹോൾ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാശി തന്നെ ഭാവമായിട്ട് എടുക്കുന്നതാണ്. അതായത് പ്രത്യേകിച്ച് ഭാവനിലയിൽ മാറ്റങ്ങളില്ലാതെ രാശി തന്നെ ഭാവമായിട്ട് എടുക്കുന്നതിനെയാണ് ഹോൾ സൈൻ എന്ന് പറയുന്നത്. അത് ഏകദേശം BC-യിൽ ഉള്ളതാണ്. ഏറ്റവും പാരമ്പര്യമുള്ളതും ഏറ്റവും പ്രാചീനമായിട്ടുള്ളതുമായിട്ടുള്ള ഭാവ രീതി എന്ന് പറയുന്നത് ഹോൾ സൈൻ ആണ്. അത് ഇന്ത്യയിൽ നിന്നാണ് പുറത്തേക്ക് മറ്റ് പലയിടത്തേക്കും പോയത്. ഇന്നും പ്രശസ്തരായിട്ടുള്ള ഒരുപാട് അസ്ട്രോളജേഴ്സ് ഈ ഹോൾ സൈൻ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് ഈക്വൽ ഹൗസ് സിസ്റ്റമാണ്. നമുക്ക് കിട്ടുന്ന അസ്ട്രോവിഷൻ സോഫ്റ്റ്വെയറുകളായിക്കോട്ടെ, കേരളത്തിലെ മിക്ക സോഫ്റ്റ്വെയറുകളിലും ഈക്വൽ ഹൗസ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഈക്വൽ ഹൗസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലഗ്നത്തിൻ്റെ സ്ഫുടം എവിടെ വീഴുന്നോ ആ സ്ഫുടത്തിൻ്റെ പോയിന്റിൽ നിന്നും അതിനെ ഭാവത്തിൻ്റെ മധ്യഭാഗമായിട്ട് കണ്ടുകൊണ്ട് അതിൻ്റെ പുറമോട്ട് 15 ഡിഗ്രിയും മുമ്പോട്ട് 15 ഡിഗ്രിയും ചേർത്തിട്ട് 30 ഡിഗ്രിയുള്ള ഒരു ഭാവമായിട്ട് അതിനെ മാറ്റും.
ഇപ്പോൾ ഉദാഹരണത്തിന് മേടൻ ലഗ്നത്തിൻ്റെ 15ാമത്തെ ഡിഗ്രിയിലാണ് ഒരാൾ ജനിക്കുന്നതെങ്കിൽ പുറമോട്ട് 15 ഡിഗ്രിയും മുമ്പോട്ട് 15 ഡിഗ്രിയും ചേരുമ്പോൾ മേടലഗ്നം മൊത്തം അയാളുടെ 1ാം ഭാവമാവും. എന്നാൽ മേടം 28ാമത്തെ ഡിഗ്രിയിലാണ് ഒരാൾ ജനിക്കുന്നതെങ്കിൽ ആ മേടം 28ാമത്തെ ഡിഗ്രി ഭാവമധ്യമാക്കിയിട്ട് അതിൽ നിന്ന് പുറമോട്ട് 15 ഡിഗ്രിയും മുമ്പോട്ട് 15 ഡിഗ്രിയും ചേർത്തിട്ട് 30 ഡിഗ്രിയാണ് അതിൻ്റെ 1ാം ഭാവമായിട്ട് കാണുന്നത്. അപ്പം ഇടവത്തിൻ്റെ പകുതി കുറേയും കൂടെ വരും. ഇടവത്തിൻ്റെ കുറേയും കൂടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇടവത്തിൻ്റെ ആദ്യത്തെ 5 ഡിഗ്രിയിലെങ്ങാനും ഒരു ഗ്രഹം നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ 1ാം ഭാവത്തിലേക്ക് അത് വരും. അങ്ങനെയാണ് രാശിയും ഭാവവും എടുക്കുമ്പോൾ രണ്ടിടത്തായിട്ട് നിൽക്കുന്നത് കാണുന്നത്. എൻ്റെ 1ാം ഭാവത്തിലേക്ക് മറ്റേ ഗ്രഹം ഇങ്ങനെ കയറിപ്പോകുന്നല്ലോ എന്നൊക്കെ പറഞ്ഞാളെ. അപ്പം അതങ്ങനെയാണ്. ഇതിനെയാണ് ഈക്വൽ ഹൗസ് സിസ്റ്റം എന്ന് പറയുന്നത്. കേരളത്തിൽ നമ്മളിപ്പോൾ കിട്ടുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളിലും ആൾക്കാർ യൂസ് ചെയ്യുന്ന ഭാവ സിസ്റ്റം ഇതാണ്. പല ഏരിയകളിൽ അത് വളരെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ ഒരുപാട് ഏരിയകളിൽ അത് ദശ കാൽക്കുലേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതൊട്ടും യോജിക്കാതെയും അതിൻ്റെ ഫലങ്ങളൊട്ടും യോജിക്കാതെയും വരുന്നതായിട്ട് അനുഭവത്തിലുണ്ട്. അത് ഒരുപാട് പേര് അത് ഇതൊരു തർക്ക വിഷയമായിട്ട് തന്നെ കൊണ്ടുപോകുന്നുമുണ്ട്. അതുപോലെ തന്നെ ഈ സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള ഭാവാ സിസ്റ്റത്തിൽ എം ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാവാ സിസ്റ്റം ഉണ്ട്. അതായത് മിഡ് ഹെവൻ ബേസ് ചെയ്തിട്ട് ഈ 10ാം ഭാവത്തിൻ്റെ കസ്പിനെ അല്ലെങ്കിൽ 10ാം ഭാവത്തിൻ്റെ സ്ഫുടത്തെ ബേസ് ചെയ്തിട്ട് രാശിയെ തിരിച്ച് എടുക്കുന്ന ഒരു രീതി. എത്ര നൂറ്റാണ്ടെന്ന് പറയാൻ പറ്റാത്ത അത്ര നൂറ്റാണ്ട്, ഏകദേശം 2000 വർഷത്തിന് മുമ്പേ ശ്രീപതി എന്ന് പറയുന്ന ഭാരതീയനായിട്ടുള്ള അസ്ട്രോണമറും അസ്ട്രോളജറുമായിരുന്ന അദ്ദേഹമാണ് ഈ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തതെന്നാണ് വിശ്വസിക്കുന്നത്. അതിനുശേഷമാണ് ഈ എം ഹൗസ് സിസ്റ്റത്തെ ഭാരതീയർ അല്ലെങ്കിൽ പല ആൾക്കാരും ഇതിനെ ശ്രീപതി സിസ്റ്റം എന്നും അതേപോലെ അല്ലെങ്കിൽ ശ്രീപതി ഭാവാ സിസ്റ്റം എന്നും അല്ലെങ്കിൽ എം ഹൗസ് സിസ്റ്റം എന്നും ഒക്കെ പറയുന്നുണ്ട്. ഇനി അടുത്തത് സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഭാവാ സിസ്റ്റം എന്ന് പറയുന്നത് ഫോർഫയറിയാണ്. എനിക്കൊന്നും അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ അതാണ് ഫോർഫയറി എന്നാണ്. ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം ഇങ്ങനെയായിരിക്കും ഇത് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് തന്നെയാണെങ്കിലും ഇതൊരു 2nd സെഞ്ച്വറിയിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇതും ഇപ്പോഴും ആൾക്കാർ പലരും യൂസ് ചെയ്യുന്നുണ്ട്. സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഭാവാ സിസ്റ്റത്തെ നമ്മൾ എക്ലിപ്റ്റിക് ബേസ് ചെയ്തിട്ടല്ലായിരുന്നോ മുമ്പേ പറഞ്ഞിരുന്നത്? ഇനിയും ഈ സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള ഭാവാ സിസ്റ്റത്തെ സെലിസ്റ്റിയൽ ഇക്വേറ്ററിനെ ബേസ് ചെയ്തിട്ട് ഉണ്ട്. അതായത് ഈ ആക്സിസിൽ ഒരു ചരിവുണ്ടല്ലോ ഭൂമിക്ക്, 23 ഡിഗ്രി 44 മിനിറ്റ് ഭൂമിക്ക് ഒരു ചരിവുണ്ടല്ലോ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഗ്ലോബ് സ്കൂളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചോദിക്കത്തില്ല ഇതെന്താ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത്. ആ ഒരു ചരിവിനെ ബേസ് ചെയ്ത്, അതിനെ സെലിസ്റ്റിയൽ ഇക്വേറ്റർ എന്നാണ് പറയുന്നത്, ആ ചരിവിനെ ബേസ് ചെയ്തിട്ട് സ്പേസ് കാൽക്കുലേഷൻ എടുക്കും. അങ്ങനെ എടുത്തിട്ടുള്ള ചില ഭാവാ സിസ്റ്റങ്ങളും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിലൊന്നാമത്തത് ജർമ്മനിയിലൊക്കെ വളരെ പ്രശസ്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാവാ സിസ്റ്റമായിട്ടുള്ള റീജിയോ മോണ്ടേനസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാവാ സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസിലെ അസ്ട്രോളജേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഭാവാ സിസ്റ്റം ഉണ്ട്, മോറിനസ് ഭാവാ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇതെല്ലാം സെലിസ്റ്റിയൽ ഇക്വേറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു എടുക്കുന്നത്. അതുപോലെ തന്നെ അത്ര പ്രചാരത്തിലൊന്നും ഇല്ലെങ്കിലും പ്രൈം വെർട്ടിക്കലിനെ ഒക്കെ വെച്ചിട്ടുള്ള ഭാവാ സിസ്റ്റങ്ങളും ഉണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഭാവാ സിസ്റ്റത്തെ കുറിച്ചാണ്. എല്ലാ ഭാവാ സിസ്റ്റത്തിനും അയനാംശം ഒരു ഇതാണെങ്കിലും ഈ ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഭാവാ സിസ്റ്റത്തെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന അയനാംശങ്ങൾക്ക്, ഏത് അയനാംശം പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന എല്ലാ ഹൊറോസ്കോപ്പിലും എല്ലാവരും യൂസ് ചെയ്യുന്നതും ചിത്രപക്ഷ ലാഹരി അയനാംശമാണ്. പക്ഷെ അതല്ലാതെ ഒരുപാട് അയനാംശങ്ങളുണ്ട്. ന്യൂകോംബ് അയനാംശം ഞാൻ യൂസ് ചെയ്യുന്ന ന്യൂകോംബിൻ്റെ അയനാംശമാണ്. അതുപോലെ തന്നെ KP അയനാംശമുണ്ട്, BV രാമൻ അയനാംശമുണ്ട്. ഇപ്പം സൂര്യസിദ്ധാന്തത്തെ ആസ്പദമാക്കിയിട്ട് മലയാളിയായിട്ടുള്ള ചന്ദ്രഹരി ചെയ്ത ചന്ദ്രഹരി അയനാംശമുണ്ട്. അങ്ങനെ നിരവധി അയനാംശങ്ങളുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊരു ക്ലാസ് ഞാൻ പിന്നീട് പഠിക്കാം. അപ്പം ഈ പറയുന്ന ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഈ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ അയനാംശം കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം അതെടുക്കാൻ. അതിലൊന്നാമത്തെ ടൈം ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് യൂറോപ്പിലൊക്കെ ഫേമസ് ആയിട്ടിരുന്ന ആൽക്കബേഷ്യസ് എന്ന് പറയുന്ന ഒരു ഭാവാ സിസ്റ്റം ഉണ്ട്. അത് പിന്നീട് റീജിയോ മോണ്ടനസ് എന്ന് പറയുന്ന സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള ഇത് വന്നതിന് ശേഷം അത്ര പ്രചാരത്തിൽ ഇല്ലാത്തതാണ്. അടുത്തത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഭാവചാർട്ടാണ് പ്ലാസിഡസ് സിസ്റ്റം. ഇതിനെ ഭാരതത്തിൽ നിര്യാന ഭാവചാർട്ട് എന്നൊക്കെ പറയും. എനിക്ക് തോന്നുന്നു ഇതിനെ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതും ബാംഗ്ലൂർ വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന BV രാമൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അസ്ട്രോളജറാണ്. പിന്നീട് അവരത് യൂസ് ചെയ്തിട്ടില്ല. അവരുടെ കൂടുതലും അവരുടെ ചാർട്ടുകളിലൊക്കെ ഈക്വൽ ഹൗസും അതുപോലെ തന്നെ ശ്രീപതി സിസ്റ്റം ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഫോർഫെയറി യൂസ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്.
പക്ഷേ KP അസ്ട്രോളജിയിൽ കൃഷ്ണമൂർത്തി പദ്ധതി വന്ന സമയത്ത് അദ്ദേഹം ഈ കൃഷ്ണമൂർത്തി പദ്ധതിയിലേക്ക് ഭാവ ചാർട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത് പ്ലാസിഡസ് ആണ്. ഇന്ന് വെസ്റ്റേൺ ഏരിയകളിൽ ഒരുപാട് പേര് പ്ലാസിഡസ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടൈം ബേസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ഫേമസ് ആയിട്ടുള്ളൊരു ഇതാണ്, ഇംഗ്ലണ്ടിലൊക്കെ ഇപ്പോഴും അത് വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ളൊരു ഭാവ ചാർട്ടാണത്. വാൾട്ടർ ആൽബ്രട്ട് കോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ജർമ്മൻ അസ്ട്രോളജർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള കോക്ക് ഭാവ സിസ്റ്റം. അതുപോലെ തന്നെ അർജന്റീനിയൻ അസ്ട്രോളജേഴ്സിൻ്റെ ഇടയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ടോപ്പോസെൻട്രിക് ഭാവ സിസ്റ്റംസ്. അപ്പം നമ്മൾ കുറേ ഉണ്ട്, ഇങ്ങനെ നിരവധി സാധനങ്ങളുണ്ട്. അപ്പം നമ്മൾ ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഭാവ സിസ്റ്റങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള ഭാവ സിസ്റ്റം ഉണ്ട്. സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള ഭാവ സിസ്റ്റത്തിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊക്കെ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതായത് ഇവിടുത്തെ കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയറുകളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഈക്വൽ ഹൗസ് സിസ്റ്റമാണ്. അതിനെ ജഗന്നാഥ ഹോരയിലൊക്കെ ചാലിത് ചക്ര എന്നോ ചാലിത് ഭാവ എന്നോ അങ്ങോട്ടാണ് പറയുന്നത്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ജഗന്നാഥ ഹോരയിൽ ഇതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ജഗന്നാഥ ഹോര ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനകത്ത് ഈ ഈക്വൽ ഹൗസ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഓൾ ഹൗസ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഭാവ രീതികളുണ്ട്, അതേപോലെ ശ്രീപതി സിസ്റ്റം ഉണ്ട്. അപ്പം നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് ഭാവത്തെക്കുറിച്ച് പഠിച്ചപ്പം സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്, അതിനെ സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള ഭാവ സിസ്റ്റത്തിൽ തന്നെ എക്ലിപ്റ്റിക് ബേസ് ചെയ്തിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ സെലിസ്റ്റിയൽ ഇക്വേറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ പ്രൈം വെർട്ടിക്കലിനെ ബേസ് ചെയ്തിട്ടുള്ളതും ഉണ്ട്. അതിൽ എക്ലിപ്റ്റിക് ബേസ് ചെയ്തിട്ടുള്ള ഭാവ സിസ്റ്റം ആണ് ഇന്ത്യയിൽ കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ള ഈ ഹോൾ ഹൗസ് സിസ്റ്റം, അതായത് നമ്മുടെ പ്രാചീനമായിട്ടുള്ള രാശി തന്നെ ഭാവമായിട്ടുള്ള സിസ്റ്റം. ഒന്ന് ഈക്വൽ ഹൗസ് സിസ്റ്റം, നമ്മുടെ കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയറുകളിലൊക്കെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഈക്വൽ ഹൗസ് സിസ്റ്റം. എല്ലാവരും വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നത് ഇതിൽ എൻ്റെ 7ാം ഭാവാധിപൻ 8ൽ നിൽക്കുന്നു, 6ാം ഭാവാധിപൻ 5ൽ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ ഈക്വൽ ഹൗസ് സിസ്റ്റം നോക്കിയിട്ടാണ്. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഭാവ സിസ്റ്റം. നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആസ്ട്രോവിഷൻ്റെ അല്ലെങ്കിൽ പ്രൊപ്പറ്റ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ, അല്ലെങ്കിൽ ജ്യോതിഷ ദീപ്തി, അങ്ങനെയുള്ള ഒട്ടുമിക്ക സോഫ്റ്റ്വെയറുകളിലും പൊതുവെ യൂസ് ചെയ്യുന്നത് ഈ എക്ലിപ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള, എക്ലിപ്റ്റിക് ഫണ്ടമെൻ്റൽ ബേസ്ഡ് ആയിട്ടുള്ള സ്പേസ് ബേസ്ഡ് ഭാവ സിസ്റ്റമാണ്. അതേപോലെ തന്നെ ഹൗസ് സിസ്റ്റം, അതായത് ശ്രീപതി സിസ്റ്റം ഉണ്ട്. ഇനി ഞാൻ ഏതാ റെക്കമെൻഡ് ചെയ്യുന്നത് എന്നുള്ളതല്ലേ. സത്യത്തിൽ ഞാൻ ഈ സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടൈം ബേസ്ഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള 2 ഭാവ സിസ്റ്റങ്ങളും എൻ്റെ യുക്തി പോലെ ഞാൻ ഉപയോഗിക്കും. അതിൽ ഈക്വൽ ഹൗസും ഓൾ ഹൗസും ഉപയോഗിക്കും. ദശ കാൽക്കുലേഷൻസിന് ദശയുടെ അനുഭവത്തിൽ കൃത്യമായിട്ട് കൊണ്ടുവരാൻ പ്ലാസിഡസ് സിസ്റ്റമാണ് എനിക്ക് പേഴ്സണലി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ പേരിൽ ഗുസ്തി ഉണ്ടാക്കരുത്, കാരണം ഈ ലോകത്തുള്ള അസ്ട്രോളജേഴ്സിൽ ഞാൻ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിലേതാ ശരി ഏതാ തെറ്റെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പം എക്ലിപ്റ്റിക് ബേസ് ചെയ്ത് നോക്കുമ്പോൾ കാണുന്ന വിഷനും അതേപോലെ തന്നെ സെലിസ്റ്റിയൽ ഇക്വേറ്ററിനെ ബേസ് ചെയ്ത് നോക്കുമ്പോഴുള്ള കാഴ്ചകളും രണ്ടും രണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം രോഗം മാറുന്ന എന്തോ അതാണ് മരുന്ന്. നിങ്ങൾക്ക് അനുഭവം ഉള്ളത് ഏതാണോ അതാണ് മരുന്ന്. അലോപ്പതിയാണോ ഹോമിയോപ്പതിയാണോ ആയുർവേദമാണോ ഏതാണ് നല്ലതെന്നുള്ളതല്ല, നിങ്ങളുടെ അസുഖം ഏതാണോ കൊണ്ടാണോ മാറുന്നത് അതാണ് മരുന്ന്. അതുപോലെ തന്നെ പലരും പല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് പ്ലാസിഡസ് സിസ്റ്റമാണ്. രണ്ടാമത്തേത് ഈ പറഞ്ഞ പോലെ ഈക്വൽ ഹൗസ് സിസ്റ്റം യൂസ് ചെയ്യാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം പ്രശ്നത്തിനൊന്നും ഞാനങ്ങനെ ഭാവചാർട്ടുകൾ എടുക്കാറില്ല. പ്രശ്നത്തിന് ഞാൻ നമ്മുടെ പ്രാചീനമായിട്ടുള്ള ഓൾ ഹൗസ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ട്രഡീഷണൽ അസ്ട്രോളജേഴ്സും ആയിട്ടുള്ള ആൾക്കാർ കൂടുതലും ഓൾ ഹൗസ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൾ ഹൗസ് ആയിട്ട് നിങ്ങളുടെ ഗ്രഹനില ഭാവനിലയാക്കി വെക്കുക. ഓൾ ഹൗസ് ആയിട്ട് എടുത്ത് വെക്കുക, ഒന്നാമത്തേത്. രണ്ടാമത്തേത് നിങ്ങൾക്ക് കിട്ടുന്ന സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്തിട്ട് ഈക്വൽ ഹൗസ് സിസ്റ്റത്തിൻ്റെ ഭാവനില എടുത്ത് വെക്കുക. മൂന്നാമത്തേത് പ്ലാസിഡസ് ഭാവനില എടുത്ത് വെക്കുക. നിങ്ങളുടെ സോഫ്റ്റ്വെയറുകളിൽ ഇല്ല എങ്കിൽ ഞാനിവിടെ കുറച്ച് വെസ്റ്റേൺ വെബ്സൈറ്റുകൾ മെൻഷൻ ചെയ്യാം. ഈ വെബ്സൈറ്റുകളിൽ കയറിയിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്ലാസിഡസ്
ഔട്ട്പുട്ടായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് അതെടുക്കാം. ഇത് മൂന്നും കൂടെ വെച്ച് നിങ്ങളുടെ ദശകളും കൂടെ വെച്ചിട്ട് നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് നോക്കുക. ഏതായിരുന്നു കറക്റ്റായിട്ട് വന്നത്, ഏതാണ് അനുഭവത്തിൽ വന്നത് എന്നുള്ളതും നിങ്ങളുടെ ഗ്രഹനിലയും നിങ്ങൾക്ക് പരിചയമുള്ള ഗ്രഹനിലകളും നിങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്ന ആൾക്കാരുടെയും കൂടെ ഇതേപോലെ തിരിച്ച് വെച്ചിട്ട് ഈ ഓൾ ഹൗസായിട്ടും സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള ഭാവനിലയിലും അതുപോലെ തന്നെ ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഭാവനിലയിലും കൂടെ വെച്ചിട്ട് ഇതിൻ്റെ ദശയെ അപഹാരം കൂടെ വെച്ചിട്ട് നിങ്ങളൊരു ഒബ്സർവേഷൻ നടത്തി നോക്കുക. അതിലേതൊക്കെയാണ് ഫലമായിട്ട് വന്നിട്ടുള്ളതെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു 5-10 ജാതകങ്ങൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതെല്ലാം യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഗ്രഹനിലയാണോ ഭാവനിലയാണോ നോക്കേണ്ടത്, ഗ്രഹനിലയും ഭാവനിലയും കൂടി എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഏതാണ് ശരിയെന്നുള്ളത് പരീക്ഷിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. ഞാൻ ബേസിക്കലി പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഈ 3 ഭാവനിലയാണ്. എൻ്റെ അടുത്തൊരു ഹൊറോസ്കോപ്പ് വരുമ്പോൾ ഞാൻ ഈ 3 കാര്യങ്ങളും കൂടെ നോക്കിയിട്ടാണ് ഉറപ്പിക്കുന്നത്. ഈ ക്ലാസ് ഭാവനിലയിലേക്കുള്ളൊരു കിളിവാതിലായിട്ട് ഞാൻ തുറന്നിട്ട് തരിക. അങ്ങോട്ട് ഇറങ്ങിക്കോളും. നീന്താനുള്ളൊരു വലിയ കടൽ പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഭാവനില. അപ്പോൾ ഇത്രയും നമ്മുടെ ഭൂമിയിൽ നിന്ന് മേളിലേക്ക് നോക്കുമ്പം ആ ഗ്രഹനിലയിൽ ഇത്രത്തോളം അതിഭീമാകാരന്മാരായിട്ടുള്ള ഒബ്ജക്റ്റുകളാണ് ഗ്രഹങ്ങൾ. അപ്പോൾ അവരെ ഏതൊക്കെ സൈഡിൽ എവിടെ നിന്ന് നോക്കുമ്പം ഉള്ള റിലേറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഒരു പഠനം നടത്താൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. അതുവഴി വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രഡിക്ഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഭാവനിലയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ക്ലാസ്സിൽ അടുത്തൊരു നല്ല വിഷയവുമായിട്ട് നമുക്ക് കാണാം. നമസ്കാരം.